യുവരാജ്, എന്തായാലും മുസ്ലിം വോട്ട് ബേസ് അത് കൈവിട്ടു പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ്, ഇനി ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ വേണം, തിരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അല്ലേ ഈ ഗോവിന്ദൻ്റെ പ്രസ്താവനയൊക്കെ കാണേണ്ടത്. എന്തായാലും ഇവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ശ്രീ അബ്ദുള്ള പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് മറുപടി മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ശ്രീ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, നമ്മുടെ എക്സ് മുസ്ലിം ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നേ വരെ ജീവിതത്തിലൊരു ജൂതനെ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇസ്രായേലിൻ്റെ പുറത്ത് ഹമാസ് അറ്റാക്ക് ചെയ്തതിൻ്റെ 1ാം വാർഷികമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാണ്, ഇന്നേ വരെ ജീവിതത്തിൽ ഞാനൊരു ജൂതനെ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഒരു ജൂതനെ കണ്ടാൽ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യവും കൊണ്ടാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ നടന്നിരുന്നതെന്നാണ്. എന്തായാലും അദ്ദേഹം ഇസ്രായേലിൽ പോയി ജൂതന്മാരോട് ഇടപെട്ടിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായതല്ല എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് ഈ പറയുന്ന മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മദ്രസകളിലും ഇങ്ങനെ വിദ്യാഭ്യാസം, എനിക്കറിയില്ല മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്, എല്ലാ മദ്രസകളിലും ഇങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീ അബ്ദുള്ള പറഞ്ഞതുപോലെ ആയിരിക്കാം ചിലപ്പോൾ. തീവ്രവാദി ഇങ്ങനെ പറയാൻ പാടില്ല. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. കാരണം എന്താ വെച്ചോ, അല്ല രണ്ടാമത്തെ ഖലീഫ പ്രവാചകന്റെ അങ്കി അദ്ദേഹം മരിക്കുമ്പോൾ ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. എനിക്കറിയില്ല. ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാലും ഞങ്ങൾ ഈ പറയുന്ന ചിലപ്പോൾ കേട്ടോ, എനിക്കറിയില്ല. എന്തായാലും ഈ മുസ്ലിം നാമധാരികളുടെ കമന്റുകൾ വരുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് പഠിപ്പിക്കലുകൾ ചില ഭാഗത്ത് നടക്കുന്നതുപോലെ തന്നെ കുറച്ചുകൂടി കറക്റ്റായിട്ട് പ്രവാചകൻ ഇങ്ങനെയായിരുന്നു, പ്രവാചകന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ വളരെ ശരിയായിട്ട് പറയുന്ന ഒറ്റ കാര്യം പറയൂ. ഒരു കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം നിലവിൽ വരുന്ന ജൂതന്മാർ എവിടെയായിരുന്നു? യമൻ മുസ്ലിം രാജ്യമല്ലേ? ഈ ആരിഫ് ഹുസൈൻ വിവരമുണ്ടോ? വിവരമുണ്ടോ ഇസ്ലാമിൽ പുറത്തു പോകും? ഓന് വിവരമില്ല എന്ന് ഞാൻ അന്നൊക്കെ ചർച്ചയിൽ വന്നു. അറബി അറിയില്ല. അല്ല ശ്രീ ഓർമ്മ ഒരു സംശയം ചോദിച്ചോട്ടെ, യസീദി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു, ആ വിഭാഗം എവിടെ പോയി എന്നൊന്ന് പറയോ? യസീദി എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു, അത് അവരെവിടെ പോയി എന്നൊന്ന് പറയാവോ? അല്ല അത് അവർക്ക് എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാവോ? ലബനനിൽ എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാവോ? മറുപടി പറയട്ടെ ഞാൻ മറുപടി പറയട്ടെ മോനെ. അമേരിക്ക തട്ടികൂട്ടി ഉണ്ടാക്കിയതായ അന്നത്തെ സദ്ദാം ഹുസൈന്റെ സൈന്യത്തിലുള്ളതായ കുറെ ഭീകരന്മാരുണ്ടായിരുന്നു, അവര് ബലാത്സംഗം ചെയ്തു. അതാ യസീദി വർക്ക്. അതൊക്കെ ഞങ്ങളൊക്കെ വായിക്കുന്നുണ്ട് മോനെ. ശ്രീ അങ്ങോട്ടുള്ള ഒരു ബഹുമാനം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ചർച്ചകളിൽ ഒന്ന് അങ്ങ് ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. അന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 5 വർഷം കഴിയുമ്പോൾ താങ്കൾ വന്നിരുന്ന മറ്റൊരു ചർച്ചയിൽ പറയും പോപ്പുലർ ഫ്രണ്ടിനെ ഉണ്ടാക്കിയത് RSS അമേരിക്കൻ കൂടിയാണെന്ന് പറയും. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട പറഞ്ഞത്. താങ്കൾ വീണ്ടും വണ്ടി ആ റൂട്ടിലേക്ക് എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. പ്രവാചകൻ അങ്ങനെയായിരുന്നു, പ്രവാചകൻ ജൂതരെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് പോലും അദ്ദേഹത്തിന് ജൂതരോട് ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാണുന്ന മുസ്ലിം നാമധാരികൾ ഇത്രയധികം ജൂതവിരോധം കാണിക്കുന്നവരോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് എന്താണ് നിങ്ങളുടെ മതപുരോഹിതരോടും അങ്ങ് ഉൾപ്പെടെയുള്ളവരും കുറച്ചുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവർ കൂടി യാഥാർത്ഥ്യം ബോധ്യപ്പെടും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റൊന്നും പറഞ്ഞില്ല. ഒന്ന് രണ്ട് പൊളിറ്റിക്കൽ പോയിന്റിലേക്ക് ഞാൻ വന്നോട്ടെ. ഞാൻ പല ചർച്ചകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേന്ദ്ര അല്ല ഞാൻ പറയുന്ന രാഷ്ട്രീയമാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. കേന്ദ്ര മോദി സർക്കാർ ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഗുണഭോക്താക്കളും 3 പേരായിരുന്നു. ഒന്ന് ബംഗാളിൽ മമതയാണ്. കാരണം മോദി വരും എന്ന് പറഞ്ഞിട്ട് എന്താണ് മമത എന്ത് വൃത്തികേട് കാണിച്ചാലും മമതയ്ക്ക് ഒരു നിശ്ചിത വോട്ട് ബാങ്ക് അവിടെ വോട്ട് കിട്ടുന്നുണ്ട്. 2 തമിഴ്നാട്ടിൽ DMK ആണ്, കാരണം അപ്പുറത്തുള്ളത് ADMK ആണ്. അപ്പോൾ മോദി എതിർക്കുന്ന ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഭീകരമായ നറേറ്റീവ് സൃഷ്ടിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലായിരുന്നു പിണറായി വിജയനായിരുന്നു. ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ RSSകാരാകും എന്നുള്ളൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യണം.
കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന് എന്തോ ഒരു ബൂം വന്നു എന്നുള്ളൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് കേരളത്തിൽ സെറ്റായതിൻ്റെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിം വോട്ട് അവർ കരുതിയിരുന്നത്, അവരിൽ നിൽക്കുമെന്ന് കരുതിയിരുന്നത് ഇല്ല, കോൺഗ്രസിൻ്റെ എന്തോ തിരിച്ചുവരവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ തിരിച്ച് UDF പോകുന്നു എന്ന് CPM മനസ്സിലായി. പക്ഷേ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് നഷ്ടപ്പെടുകയും ചെയ്തു അത്രയും നാളത്തെ മുസ്ലിം പ്രീണനത്തിനോടുകൂടി. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങളും ചില ഗിമ്മിക്കുകളും മാത്രമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്താണ് ഷാജാൻ സാറ് പറഞ്ഞ പോലെ ക്ലാസ് അത്തരം സാധനങ്ങളിൽ നിന്നൊക്കെ CPM പോയി. ഇപ്പോൾ പച്ചയ്ക്ക് ജാതി മത വിഭജനം വെച്ചിട്ട് എന്താണ് മൈക്രോ മാനേജ്മെന്റ് നടത്തി മാത്രം തിരഞ്ഞെടുപ്പിനെ നേരിടാനും അങ്ങനെ മാത്രമേ തിരഞ്ഞെടുപ്പിനെ ജയിക്കുവാനും കഴിയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് CPM പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രപ്പീസ് കളിയാണ്. നമ്മൾ ഈ സർക്കസിലെ ട്രപ്പീസ് കളി കണ്ടിട്ടുണ്ടല്ലോ. കുറേ സാധനങ്ങൾ എറിഞ്ഞു പിടിച്ച് എന്താണ് കുറേ ഭാഗത്തുള്ള മുസ്ലിം വോട്ടിനെ പിടിച്ചു നിർത്തി, ഇപ്പുറത്തുള്ള ക്രിസ്ത്യൻ വോട്ടിനെ പിടിച്ചു നിർത്തി, ഇപ്പുറത്തുള്ള ഹിന്ദു വോട്ടിനെ പിടിച്ചു നിർത്തി. ഈ ട്രപ്പീസ് കളിയാണ് ഇപ്പോൾ CPM. അത് അവസാനത്തെ നിലനിൽപ്പിനായിട്ടുള്ള കളിയാണ്. അതൊരു നൂലിന്റെ പുറത്ത് നിന്ന് കളിക്കുകയാണ്. ഏത് നിമിഷവും താഴെപ്പോവും. യെസ്, ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്ന എന്തായാലും അബ്ദുള്ള ഈ സംവാദത്തിൽ പൂർണ്ണമായി ഇരുന്നല്ലോ.